നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു HTML എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ടേബിളിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഹെഡ് പാർട്ടും ബോഡി പാർട്ടും. ഹെഡ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ടേബിളിനകത്ത് ഈ ഹെഡിങ്ങുകൾ കാണത്തില്ലേ, നെയിം, ഏജ്, പ്ലേസ്, ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ. എന്നിട്ട് ബോഡി പാർട്ടിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ, ഇപ്പം എക്സാമ്പിൾ നെയിം അച്ചു എന്ന് പറയുന്നൊരു നെയിം, അയാളുടെ ഏജ് 20, അയാളുടെ പ്ലേസ് കൊല്ലം, അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ടേബിൾ കൊടുക്കണമെങ്കിൽ ടേബിൾ ടാഗ് ഉണ്ട്. അപ്പം ടേബിൾ ടാഗ് എടുക്കാം. ടേബിള് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ ഹെഡ് പാർട്ടും ബോഡി പാർട്ടും കൊടുക്കുന്നത്. എന്ന് പറയുമ്പോൾ ടി ഹെഡും ടി ബോഡിയും. അപ്പോൾ ആദ്യം നമുക്ക് ടി ഹെഡ് പാർട്ട് കൊടുക്കാം. അപ്പം ടി ഹെഡ്, അതിൽ ഓരോ റോ ആയിട്ടാണ് നമ്മൾ ഡേറ്റാസിനെ എൻ്റർ ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ റോയിൽ നമ്മൾ നെയിം കൊടുക്കണം. അപ്പം നെയിം കൊടുക്കുന്നത് ഏതാ, ഹെഡിങ് അല്ലേ. അപ്പം അതിന് TH ടാഗിൽ നെയിം എന്ന് കൊടുത്ത്, അടുത്ത നമുക്ക് THൽ ഏജ് കൊടുക്കാം. അടുത്ത TH പ്ലേസ് കൊടുക്കാം. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് രണ്ട് പാർട്ടുകളുണ്ട്, ഒരു ഹെഡിങ് പാർട്ടും ഒരു ബോഡി പാർട്ടും. ആദ്യം നമുക്ക് ഹെഡിങ് പാർട്ട് ചെയ്യാം. അതിനകത്ത് ഓരോ റോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആ റോയിൽ ഓരോ ഹെഡിങ്ങുകളെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് TH ടാഗ്. അപ്പോൾ ആദ്യത്തെ THൽ നെയിം, രണ്ടാമത്തെ THൽ ഏജ്, മൂന്നാമത്തെ THൽ പ്ലേസ്. റൺ ചെയ്ത് നോക്കാവേ. കണ്ടോ ഹെഡിങ് വന്നത്? അതിനകത്ത് ഓരോ റോ ആയിട്ട് വന്ന് നെയിമും ഏജും പ്ലേസും. ഇനി നമുക്ക് ബോഡി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടി ബോഡി ടാഗ്, അതിലും ഓരോ റോ ആയിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അതിൽ നെയിം എന്ന് പറയുന്നത് എന്തുവാ, നെയിം എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ ഡേറ്റ നമുക്ക് പാസ് ചെയ്ത് വിടണം. അപ്പോൾ അതിന് വേണ്ടി TD ടാഗ്. നെയിം ഞാൻ അച്ചു എന്ന് പറയുന്നൊരു നെയിം, അടുത്ത TD അയാളുടെ ഏജ് നമ്മൾ 23 കൊടുത്ത്, അടുത്ത ഡേറ്റ എന്ന് പറയുന്നത് അയാളുടെ പ്ലേസ് ഞാൻ കൊല്ലം കൊടുത്ത്. ഓക്കെ, ഓപ്പൺ യൂട്ടിലൈസർ. കണ്ടോ, ഇത് എന്തോ ഒരു റോ ആയിട്ടാണ് വന്നത്. ഞാൻ ഒരാളുടെ ഡേറ്റയും കൂടെ എൻ്റർ ചെയ്ത് കാണിക്കാം. അപ്പം അതും എന്തുവാ, വീണ്ടും ഒരു അടുത്ത റോ ആയിട്ടാണ് വരുന്നത്. അടുത്ത ബോഡി പാർട്ടിൽ വീണ്ടും ഒരു റോ ആയിട്ടാണ് അടുത്ത ആളുടെ ഡേറ്റ വരുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ TR ടാഗ് ഓപ്പൺ ചെയ്യണം. അതിൽ ഡേറ്റ, രണ്ടാമത്തെ ആളുടെ ഡേറ്റ ഞാൻ അരുൺ എന്ന് പറയുന്ന ആളുടെ ഡേറ്റ, അടുത്ത ആളുടെ ഡേറ്റ ഞാൻ ഏജ് ഒരു 25 കൊടുക്കാവേ. അടുത്ത ആളുടെ ഡേറ്റ് ഞാൻ പ്ലേസ് ഞാൻ കൊച്ചി കൊടുക്കാം. സേവ് ചെയ്തായിരുന്നേ. കണ്ടോ, ഇതൊരു റോയ്. ആദ്യത്തെ നെയിമും ഏജും പ്ലേസും ഒരു റോ. അത് ഹെഡ് പാർട്ടാണ്, നെയിമും ഏജും പ്ലേസും. അതുകൊണ്ട് TH ഹെഡിനകത്താണ് നമ്മൾ ടാഗിനകത്താണ് കൊടുത്തത്. അടുത്തത് ഈ ഡേറ്റാസില്ലേ, അതെന്തോ ബോഡിയായിരുന്നു. അപ്പം T ബോഡി ടാഗിനകത്ത് ആദ്യത്തെ റോയിൽ അച്ചുവും 23യും കൊല്ലം പ്ലേസും നമ്മൾ കൊടുത്ത്, രണ്ടാമത്തെ റോയിൽ അരുണും 25ഉം കൊച്ചിയും കൊടുത്ത്. മനസ്സിലായല്ലോ? ഫുള്ളൊരു ടേബിളെന്ന് പറയുന്ന ടാഗ്, അതിനകത്ത് രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ പാർട്ട് ഹെഡും രണ്ടാമത്തത് ബോഡിയും. ഇതുണ്ടോ, നമ്മൾ ഈ ചെയ്ത ടേബിളിന് ഒരു ബോർഡറും ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഡേറ്റാസ് മാത്രമേ ഉള്ളൂ, ഹെഡിങ്ങും അതിൻ്റെ ഡേറ്റാസും മാത്രം. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്യാം. ഇതിനൊരു ബോർഡർ ഒന്ന് വരുത്തിക്കാവേ. നമുക്ക് VS കോഡിൽ ടൈറ്റിലിൻ്റെ താഴെ സ്റ്റൈലെന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്ത്, ഇതൊക്കെ എന്തോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് CSS പഠിക്കുവേ. നമുക്ക് ജസ്റ്റ് ഒരു ടേബിളിനൊന്ന് ബോർഡർ വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് എന്നിട്ട് ഈ ടേബിളിലെ ടാഗുകൾ ഓരോന്നിനെയും സെലക്ട് ചെയ്യാം. ആദ്യമേ നമുക്ക് ടേബിൾ ടാഗ്, അത് കഴിഞ്ഞിട്ട് ഈ ഹെഡിങ് ഇല്ലേ, നെയിമും ഏജും പ്ലേസും, ആ ടാഗിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് TH ടാഗ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡേറ്റാസ് നമ്മൾ കൊടുത്തില്ലേ, ആ ടാഗിനെ വിളിക്കാം. അത് ഏത് ടാഗാണ്, TD ടാഗ്.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടി ഡി, എന്നിട്ട് കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്തോ വേണ്ടത്, ബോർഡറാണ് വേണ്ടത്. അപ്പം ബോർഡർ സെലക്ട് ചെയ്ത് എന്നിട്ട് ബോർഡർ എങ്ങനെ വേണമെന്നൂടെ പറഞ്ഞു കൊടുക്കണം നമ്മൾ പ്രോപ്പർട്ടീസായിട്ട്. അപ്പം 1px സോളിഡ്, എന്നിട്ട് അതിനൊരു കളറ്, ഞാനൊരു ബ്ലാക്ക് കളർ ചൂസ് ചെയ്യുവാന്നേ. ഓക്കെ, മനസ്സിലായോ? ഞാനൊന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇതുവരെ ചെയ്തത് ടേബിളാണ്. ഈ ടേബിളിന് നമ്മൾ ചെയ്തപ്പോൾ ബോർഡറും ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതിനൊരു ബോർഡർ വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സ്റ്റൈൽ ചെയ്തതാണ്, ചെറിയ രീതിയിലൊന്ന് സ്റ്റൈൽ ചെയ്ത് ആ ബോർഡർ ഒന്ന് വരുത്തിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്ത് ഇവിടെ ടൈറ്റിലിൻ്റെ താഴെ. അത് കഴിഞ്ഞിട്ട് ഈ ടേബിളിൽ ഓരോ ഓരോ ടാഗിനെയും ഞാൻ സെലക്ട് ചെയ്ത്, ആദ്യം ടേബിൾ ടാഗിനെ, അത് കഴിഞ്ഞിട്ട് TH ടാഗിനെ, അത് കഴിഞ്ഞിട്ട് TD ടാഗിനെ, എന്നിട്ട് കേളി ബ്രേസസ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഞാൻ ബോർഡർ പറഞ്ഞു കൊടുത്ത്. ഓക്കെ, ബോർഡർ എൻ്റെ പ്രോപ്പർട്ടീസായിട്ട് 1px സോളിഡാണ്, കളറ് ബ്ലാക്ക് വരണമെന്ന്. നമുക്ക് ഔട്ട്പുട്ട് കാണാം, കണ്ടോ ഒരു ബോർഡർ വന്നത്. ഓക്കെ.